ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സ്വാഗത സംഘം ചെയർമാൻ ജ്യോതിയോസ് പറവൂർ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് സാന്നിധ്യം കൊണ്ട് ഇവിടെ മഹനീയ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള FITUവിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ, നമ്മെ അഭിവാദ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ്, അതുപോലെ തന്നെ തുടർന്ന് നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന അസറ്റ് ചെയർമാൻ S കമറുദ്ദീൻ, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലബീബ് കായക്കൊടി, വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി ഉമേറ, പ്രവാസി വെൽഫെയർ ഫോറം സംസ്ഥാന സെക്രട്ടറി ജാബിർ വടക്കാങ്ങര, പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അത്തീഖ് ശാന്തപുരം, മങ്കട മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മങ്കട, ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് ഇവിടെ സാന്നിധ്യം അറിയിക്കുന്ന നമ്മുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സമിതി അംഗങ്ങൾ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളി സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, 2023 സെപ്റ്റംബർ 24 ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ദേശീയ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് സലീം ഉദ്ഘാടനം ചെയ്ത ദശവാർഷിക പരിപാടികളുടെ സമാപ്തി കുറിച്ചുകൊണ്ടാണ് FITU 3ാം സംസ്ഥാന സമ്മേളനം ഈ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്നത്. സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഇന്നലെ രാവിലെ 10 മണിക്ക് പതാക ഉയർത്തി ഇന്ന് ഈ പൊതുയോഗത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതിന് മുന്നണിയായി 324ഓളം യൂണിറ്റുകളിലെ ഇലക്ഷൻ പൂർത്തിയാക്കി. അതിനുശേഷം നമ്മുടെ യൂണിയനുകളുടെ ജില്ലാ സമ്മേളനങ്ങളും അതുപോലെ തന്നെ യൂണിയനുകളുടെ സംസ്ഥാന സമ്മേളനവും പൂർത്തിയാക്കി. അതിനുശേഷം FITU ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് നമ്മൾ ഈ പ്രതിനിധി സമ്മേളനത്തിൽ എത്തിയത്. നമുക്കറിയാവുന്നതുപോലെ 10 വർഷം മുമ്പ് കേരളത്തിലെ ആലുവയിൽ വെച്ച് സ്ഥാപിക്കപ്പെട്ട് ഇന്ത്യയിലുടനീളം പല സംസ്ഥാനങ്ങളിലും സംഘടന രൂപീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ. തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ നിലവിലുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ നിലവിലിരിക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധവും ജനവിരുദ്ധവുമായ നയങ്ങൾക്കെതിരെ സമയാസമയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള തൊഴിലാളി പ്രസ്ഥാനമാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ. നമുക്കറിയാവുന്നതുപോലെ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന 54 കോടിയോളം വരുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന ഇന്ത്യയിൽ പതിറ്റാണ്ടുകൾ നീണ്ട സമരങ്ങളിലൂടെ നാം നേടിയെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ള തൊഴിൽ നിയമങ്ങളൊക്കെയും റദ്ദാക്കിക്കൊണ്ട് 4 ലേബർ കോഡുകളാക്കി ഈ ഇന്ത്യയിലെ തൊഴിലാളി സമൂഹത്തെയും ജനത്തെയും വഞ്ചിച്ച സമയത്ത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനും അത് ആദ്യം തന്നെ ഇന്ത്യയിൽ തന്നെയും ഇതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും സാധിച്ചത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആണ് എന്നുള്ളതിൽ നാം അഭിമാനം കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിലെ ഒഴിവാക്കാൻ സാധിക്കാത്ത ശക്തമായ ഒരു തൊഴിലാളി പ്രസ്ഥാനമായി അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു 3ാം സമ്മേളന വേദിയിൽ നിൽക്കുമ്പോൾ ഇത് ഒരു ശക്തമായ സംഘടനാ സംവിധാനമുള്ള കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ, അതല്ലെങ്കിൽ ഇന്ത്യയെ എന്ന ഈ രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ വഴി നടത്താനും ദിശാബോധം നൽകാനുമുള്ള
കെൽപ്പ് നേടിയ ഒരു പ്രസ്ഥാനമായിരിക്കുന്നു എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായിരിക്കുന്ന കടമ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഈ പരിപാടി നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയന്റെ ദേശീയ പ്രസിഡന്റും ഇപ്പോൾ നമ്മുടെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള റസാഖ് പാലേരി അവറുകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി അഭിവാദ്യ പ്രഭാഷണം നടത്തുന്നത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് നാസർ കീഴപ്പറമ്പ് അവരുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥ മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അസറ്റ്, നമ്മുടെ സർവീസ് സംഘടനയുടെ അസറ്റിന്റെ ചെയർമാനായിട്ടുള്ള എസ് കമറുദ്ദീൻ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ വിദ്യാർത്ഥികൾക്കിടയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലബീബ് കായക്കൊടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് സ്ത്രീകളുടെ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന വുമൻസ് ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറി ഉമൈറ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ പ്രവാസികളുടെ വിഷയങ്ങൾ കേരളത്തിന്റെ മണ്ഡലത്തിൽ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ പ്രവാസി വെൽഫെയർ ഫോറം, അതിന്റെ സംസ്ഥാന സെക്രട്ടറി ജാബിർ വടക്കാങ്ങര ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഇന്നലെ മുതൽ നമ്മോടൊപ്പമുള്ള നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ 2 ദിവസങ്ങളിലായി ഇവിടെ നടത്തപ്പെട്ട ഈ സമ്മേളനത്തിന് വേണ്ട ഒരുക്കങ്ങൾക്ക് കൊടി പിടിച്ചിട്ടുള്ള അതിന്റെ സംസ്ഥാന മണ്ഡലം പ്രസിഡന്റുമാരായ അത്തീഖ് ശാന്തപുരത്തെയും ഫാറൂഖ് മങ്കടയെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായി ഈ സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ഉസ്മാൻ PH-നെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും തൊഴിലാളി സുഹൃത്തുക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിയോസ് പറവൂരിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം.